വരൂ ഹരീഷ. ഇതാണ് വീട്. കാണാൻ മോശമല്ല. വരൂ. ഈ ബംഗ്ലാവ് സാറിന് ഇഷ്ടപ്പെടും. സാറിന്റെ എല്ലാ റിക്വയർമെന്റ്സും ഇതിൽ ഫുള്ളായിട്ടുണ്ട്. ഒന്ന് കണ്ടാൽ സാറിന് എല്ലാം മനസ്സിലാവും. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. വാ. വരും. ഈ ബംഗ്ലാവ് സാറിന് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഒന്ന് നോക്ക്. ഇത് ഇഷ്ടപ്പെടും സാറേ. എന്തു പറ്റി? വാ. ശരി. വരൂ. വരൂ. ഹരീഷ് സാറേ, ഞാനിപ്പോ വരാമേ. ഞാൻ ആ മെയിൻ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ? ശരി. ഓക്കെ ഓക്കെ. വിനോദ്, 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 രക്ഷിക്കണേ, 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 വിനോദ്, വിനോദ്. അയ്യോ, വിനോദ്. എന്തു പറ്റി? സാർ എന്തിനാ നിലവിളിച്ചത്? വിനോദേ, ഞാൻ നാട്ടുകാര് പറഞ്ഞു ഒട്ടും തന്നെ വിശ്വസിച്ചില്ല. എല്ലാവരും പറഞ്ഞു ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന്. എന്നോട് എന്ത് ശത്രുത ഉണ്ടായിട്ടാണോ താൻ ഈ വീട് എനിക്ക് എന്നെ കാണിച്ചു തന്നത്? ഇതൊരു വീടല്ലടോ, ശ്മശാനമാണ്, ശ്മശാനം. അവിടെ ഫാനിലൊരു ശവം ഞാന്ന് കിടക്കുന്നു. എനിക്ക് ഈ വീട് വേണ്ടേ വേണ്ട. ഞാൻ ഇനി വാങ്ങാൻ പോണില്ല. എന്താണ് ഹരീഷ് സാർ, അവിടെ ഞാനൊരു ശവം കണ്ടില്ലല്ലോ. താൻ എങ്ങനെ കാണും? തനിക്ക് ഈ വീട് എന്റെ തലയിൽ കെട്ടിവെക്കണ്ടേ? താൻ ഈ ചെയ്തത് വഞ്ചനയാടോ, കൊടും വഞ്ചന. ഞാൻ പോവാ. ഹരീഷ് സാർ, ഹരീഷ് സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
അല്ല എന്തു പറ്റി? എന്തു പറ്റാനാ, വീട് വിറ്റു പോയില്ല, അത്ര തന്നെ. ഇന്ന് വന്നയാളും അവിടെ പ്രേതബാധ ഉണ്ടെന്നാ പറയുന്നത്. രേഷ്മ ഇത് 3ാമത്തെ കസ്റ്റമറാ. പക്ഷേ ഒരു കാര്യം എനിക്ക് പിടികിട്ടുന്നില്ല. വീട് കാണാൻ വന്നവരൊക്കെ മുകളിലത്തെ മുറിയിൽ ഫാനിലൊരു ശവം ഞാന്ന് കിടക്കുന്ന കണ്ടു എന്നാ പറയുന്നത്. പക്ഷേ ഞാൻ ഇന്നുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് വിട്ടുകളയൂന്നേ. അതെങ്ങനെ ശരിയാവും? നിനക്കറിഞ്ഞൂടെ രേഷ്മ, പൂനത്തിന് അമ്മയുണ്ട്, 2 കൊച്ചനുജന്മാരും ഉണ്ട്. അവർ വല്ലാത്ത കഷ്ടത്തിലാണ് രേഷ്മ. ആ വീട് വിറ്റുപോയാലേ അവർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ. ചേട്ടാ, പൂനം മരിച്ചുപോയില്ലേ? പൂനം ആത്മഹത്യ ചെയ്തതാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ പൂനം മരിച്ചത് ഒരിക്കലും അവിടെ വെച്ചല്ല, മറ്റെവിടെയോ വെച്ചാണെന്നാ ഞാനും കേട്ടിട്ടുള്ളത്. പിന്നെ എന്താ നാട്ടുകാർ ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് പറയുന്നത്? അതിനായി നിങ്ങൾക്ക് പൂനത്തിന്റെ യഥാർത്ഥ ജീവിതകഥ എന്താണെന്ന് അറിയേണ്ടി വരും. അതിനായി നിങ്ങൾക്ക് പൂനത്തിന്റെ യഥാർത്ഥ ജീവിതകഥ എന്താണെന്ന് അറിയേണ്ടി വരും. അതിനായി നിങ്ങൾക്ക് പൂനത്തിന്റെ യഥാർത്ഥ ജീവിതകഥ എന്താണെന്ന് അറിയേണ്ടി വരും. എവിടുന്നാ ഈ ശബ്ദം? വിനോദ്, വരൂ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം, ഇരിക്കൂ. താങ്ക് യു. വല്ലതുമായോ? ഇല്ല നിർമ്മലേച്ചി, ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീട് കാണാൻ വരുന്നവരൊക്കെ പേടിച്ചോടി പോവുക. ഫാനിൽ കെട്ടി തൂങ്ങിയ ഒരു ശവം അവിടെ കണ്ടു എന്നാ എല്ലാവരും പറയുന്നത്. അപ്പോ എങ്ങനെ വിറ്റുപോവുക? നിങ്ങൾ വല്ലതും അവിടെ കണ്ടുവോ? ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ചിലർക്ക് ഞാൻ ആ വീട് വിൽക്കുന്നത് പിടിച്ചു കാണില്ല. ഒരുപക്ഷെ ഇതൊക്കെ അവരുടെ പണിയാകാനും വഴിയുണ്ട്. പക്ഷെ നിർമ്മലേജി, ആരാണവർ? അവർ തന്നെ നമ്മുടെ രാംപ്രകാശ് ആചാര്യയുടെ ആൺമക്കൾ സുനിലും അനിലും. അല്ല, നിങ്ങൾ എവിടേക്ക്? നിങ്ങൾക്ക് ആരെ കാണണ്ടേ സാറന്മാരെ? അങ്ങനെ പോയ പറഞ്ഞത് കേൾക്കുന്നേ. നിങ്ങൾ അവിടെ നിൽക്ക. ഞാൻ സുനിൽ ആചാര്യ, ഇതെൻ്റെ ബ്രദർ അനിൽ. ഞങ്ങൾ രണ്ടാളും രാം പ്രകാശ് ആചാര്യരുടെ മക്കളാണ്. ഇരിക്കൂ.
ഞങ്ങളെ ഇരുത്താനൊന്നും നോക്കണ്ട. നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന ആ വലിയ ബംഗ്ലാവ് ഉണ്ടല്ലോ, അത് ആരാണെന്നറിയോ നിനക്ക്? അതെന്റെ അച്ഛൻ രാംപ്രകാശ് ആചാര്യയുടേതാണ്. അല്ലല്ല, വാസ്തവത്തിൽ ആ വീട് രാംപ്രകാശ് ആചാര്യ പൂനത്തിന്റെ പേരിൽ വാങ്ങിയതാ. പൂനം മരണമടയുന്നതിന്റെ 1 മാസം മുമ്പ് ആ വീട് അവരുടെ അമ്മ നിർമ്മലാദേവിയുടെ പേരിലാക്കി മാറ്റിയിരുന്നു. ഇന്ന് ആ വീടിന്റെ ഉടമസ്ഥ നിർമ്മലാദേവിയാ. നിയമ വഴിക്ക് ആ വീട് ഞങ്ങൾ പിടിച്ചെടുക്കും ബ്രോക്കറെ. കാരണം അച്ഛൻ്റെ സ്വത്തിൽ ഞങ്ങൾക്കല്ലേ അവകാശം. കോടതിയിൽ പോയാലും നിങ്ങൾ ഈ കേസിൽ തോൽക്കേ ഉള്ളൂ. ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇനി നിങ്ങൾ ഇതിൽ ഇടപെട്ടാൽ എന്തോ വെറുതെ മിസ്റ്റർ വിനോദ് അന്യർക്ക് വേണ്ടി തടി കേടാക്കരുത്. ഐ സി. ഇപ്പോഴല്ലേ ഇത് വിൽക്കാൻ പറ്റാതിന്റെ കാര്യം അറിഞ്ഞത്. നിങ്ങളാണ് എല്ലാത്തിന്റെയും പിന്നിലും. എടോ, ഞങ്ങൾ പറയണത് കേൾക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. വെറുതെ വഴിമുടക്കണ്ടോ. ഇതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഓക്കെ വിനോദ്, മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചു. അത് മനസ്സിലായില്ലെങ്കിൽ താനെ മനസ്സിലാകും. ഉം. വാ മോനെ. എന്ത്? അവർ രണ്ടാളും കൂടി നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? അതെ നിർമ്മലേച്ചി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ഞാൻ പേടിക്കില്ല. അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പൂനത്തിനോട് തീർത്താൽ തീരാത്ത പകയാണ് വിനോദ്. ഇന്ന് അവർ ഞങ്ങളുടെ ശത്രുക്കളുമായി. ഇതെല്ലാം രാംപ്രകാശ് ആചാര്യ മരിച്ചതിന് ശേഷമാണ് ഉണ്ടായത്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ഒരു കാര്യം പറയാതെ പറ്റില്ല, രാംപ്രകാശ് ആചാര്യ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു കലാകാരനും. നിർമ്മലേച്ചി, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ രാംപ്രകാശും പൂനവും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ആ ബന്ധത്തെ എന്താ വിളിക്കുക? പൂനത്തിന് വയലിൻ വായിക്കാൻ വലിയ കമ്പമായിരുന്നു. പക്ഷെ അവളെ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലായിരുന്നു. പൂനത്തിന് രാംകുമാർ ആചാര്യയിൽ നിന്ന് തന്നെ പഠിക്കണമെന്ന് മോഹവും. അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് എങ്ങനെയായിരുന്നു എന്ന്. ആരാവോ? കുട്ടി ആരാന്നാ ചോദിച്ചേ? ഞാൻ ഞാൻ എങ്കിലൊരു പേരുണ്ടാവില്ലേ? ആ ഞാൻ ഞാൻ പൂനാണ്. ആ ശരി, പൂനം. എന്താ ഇവിടെ? ഞാൻ അങ്ങ് വയലിൻ വായിക്കുന്ന കേട്ട് വന്നതാ. ഇവിടത്തെ ഗേറ്റ് തുറന്നു കിടക്കണണ്ട് കേറിയല്ലേ? പക്ഷേ അകത്ത് കടക്കും മുമ്പ് അനുവാദം ചോദിക്കണമായിരുന്നു. ശരിയാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. മനസ്സിലെ ഭാവം തന്നെ മുഖത്തുണ്ടല്ലോ. എന്തിനാ വന്നത്? സത്യം പറഞ്ഞാൽ
കുറെ നാളുകളായി ഞാൻ ഒളിച്ചു നിന്ന് നിങ്ങൾ വയലിൻ വായിക്കുന്നത് കാണാറുണ്ട്. എനിക്ക് സാറിൽ നിന്നും വയലിൻ പഠിക്കണമെന്നുണ്ട്. പക്ഷെ സാറ് വലിയ കലാകാരനല്ലേ? കുട്ടിക്ക് വയലിൻ വായിക്കാൻ അറിയോ? ഉവ്വ്, കുറച്ചൊക്കെ വായിക്കും ഞാൻ. ശരി, വരൂ ആ, വരൂ. ഇരിക്കാം. ദാ വരണു കേട്ടോ. ശരി. ഇതാ ഏ, വായിക്കൂ. ഞാനോ? കുട്ടിക്ക് വയലിൻ വായിക്കാൻ വാസന ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പഠിപ്പിക്കാം. പേടി വേണ്ട, സാവധാനം വായിച്ചോളൂ. വായിക്കൂ. വായിച്ചോളൂ. നിർത്ത. എന്താ സർ, സാറിന് ഇഷ്ടായില്ലേ? കുട്ടി ഇവിടെ വയലിൻ പഠിക്കാൻ വന്നതോ അതോ പഠിപ്പിക്കാൻ വന്നതോ? ആ, കുട്ടി നന്നായി വായിച്ചുട്ടോ. അപ്പൊ പിന്നെ സാർ എന്നെ വയലിൻ വായിക്കാൻ പഠിപ്പിക്കോ? തീർച്ചയായും. അങ്ങനെ പൂനം വയലിൻ വായിക്കുവാൻ പഠിച്ചു. രാംപ്രകാശ് പൂനത്തെയും സംഗീത സദസ്സുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ അടുത്തു. സംഗീത ലോകത്തിൽ ജാതിക്കോ മതത്തിനോ ദരിദ്രനോ ധനികനോ പ്രായത്തിനോ പരിഗണന ഉണ്ടാവില്ലല്ലോ. പ്രായവ്യത്യാസം അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിന്നില്ല. പൂനം രാംപ്രകാശിനെ ജീവന് തുല്യം സ്നേഹിച്ചു. അവൾ എന്നിൽ നിന്നും ഒന്നും ഒളിപ്പിച്ചിരുന്നില്ല. രാംപ്രകാശിനെ കുറിച്ചും ഓരോ സംഭവങ്ങളെക്കുറിച്ചും അവൾ എന്നോട് വിശദമായി പറഞ്ഞിരുന്നു.
വളരെ ശാന്തനായി കാണുന്നല്ലോ. എന്താ കാര്യം? കുട്ടിക്കൊരു കാര്യം അറിയോ? കുട്ടിയുടെ എന്റെയും പ്രായം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതെന്തു പറ്റി? സംഗീതം മാത്രം വിരിയുന്ന ഈ മനസ്സിൽ ഇന്ന് പ്രായത്തെക്കുറിച്ച് എങ്ങനെ ചിന്ത വന്നു? ഇത് തമാശയല്ല പൂനം. കൊടുങ്കാറ്റ് പോലെ കുട്ടി എന്റെ ജീവിതത്തിൽ വന്നു. കുട്ടിയുടെ ഉള്ളിലെ കലാവാസന എന്റെ ജീവിതാകെ മാറ്റിമറിച്ചു. ഞാൻ എന്റെ പ്രായം പോലും വിസ്മരിച്ച് എന്നെ തന്നെ അങ്ങോട്ട് മറന്നു. എല്ലാം മറന്നു. അങ്ങ് വെറുതെ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ വളരെ നിശ്ചയദാർഢ്യമുള്ള പെൺകുട്ടിയാണ്. എനിക്ക് പോലും എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. സോ അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ സമ്മതം ലഭിച്ചതുകൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങയുടെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലുമുണ്ടല്ലോ. വേണ്ട കുട്ടി. കുട്ടി വളരെ ചെറുപ്പാ, കൊച്ചുകുട്ടിയാ. ഈ പ്രായത്തിൽ പ്രധാന തീരുമാനം എടുക്കാൻ കുട്ടിക്ക് പറ്റില്ല. മനസ്സിലായോ? നോ, എനിക്ക് പ്രായം കുറവാകാം, പക്ഷെ തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റും. എന്റെ മനസ്സിൽ സാറ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അങ്ങ് എന്റെ ഈശ്വരനാണ്. കുട്ടിക്ക് ഇതെന്താ ഭ്രാന്ത് പിടിച്ചോ? കുട്ടിയുടെ ഈ തീരുമാനത്തില് കുട്ടിക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നാലോ? ഞാൻ എന്ന പുഷ്പം അങ്ങയ്ക്കായി സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ തീരുമാനം ഉറച്ചതാണ്. സത്യസന്ധതയോടെ ഒരു കാര്യം പറയാം സർ, ഞാൻ ഇതുവരെ വിവാഹം വേണ്ട എന്ന് ഉറപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അത് അങ്ങയ്ക്കായി മാറ്റിക്കഴിഞ്ഞു. അങ്ങയ്ക്ക് എന്നെ സ്വീകരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. അതല്ല കാര്യം, അതല്ല. കുട്ടി ജീവിതം ആരംഭിച്ചിട്ടുള്ളൂ എന്ന് ഓർമ്മ വേണം. കുട്ടിക്ക് വീടുണ്ട്, സമൂഹമുണ്ട്. അവരൊക്കെ എന്തു പറയും? സാറിന് സമൂഹത്തെക്കുറിച്ചാണ് ചിന്തയെങ്കിൽ അവർ ഒരു പക്ഷെ ഇതിനെ എതിർത്തെന്ന് വരും. ആക്ച്വലി ഈ തീരുമാനത്തിൽ എന്റെ അമ്മയ്ക്കും സന്തോഷമില്ല. സാറിനെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുക എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്ത്? അതെ, ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ സാറ് വിഷമിക്കേണ്ട, ഞാൻ സാറിനൊരു ഭാരമാവില്ല. ഭാരോ? ഇല്ല പൂനം, കുട്ടി എനിക്കൊരു ഭാരമാവില്ല. കുട്ടി വലിയൊരു കലാകാരിയാ. തനിക്ക് ശോഭനായൊരു ഭാവിയുണ്ട്. താൻ വിദേശത്തും പ്രശസ്തയാവും. ഇപ്പോ തനിക്ക് വേണ്ടി ഒരു വീട് കണ്ടുപിടിക്കേണ്ടി വരും. ഈ വയലിൻ കണ്ടില്ലേ? ഇത് രാംപ്രകാശ് ആചാര്യ അവൾക്ക് സമ്മാനമായി കൊടുത്തതാണ്. ആ വീടും അദ്ദേഹം അവൾക്ക് കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ എനിക്കൊരു അവകാശവുമില്ല. എന്താണെന്നറിയില്ല, പൂനം മരിക്കുന്നതിന് 1 മാസം മുൻപ് അവൾ ആ വീട് എൻ്റെ പേരിലാക്കി തന്നു. പക്ഷെ നിർമ്മലേജി, ഒരു കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് നാട്ടുകാർക്കും പൂനവും രാംപ്രകാശും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പിന്നെ ആ തീരുമാനവും പൂനത്തിൻ്റെതായിരുന്നു. പിന്നെന്തിനാ കുട്ടി ആത്മഹത്യ ചെയ്തു? ഇക്കാര്യത്തെക്കുറിച്ച് അവൾക്കേ അറിയൂ. നാട്ടുകാർ അവളെ സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചില്ല. അവൾ എന്തിന് ആത്മഹത്യ ചെയ്തുവെന്ന് എനിക്കിനിയും മനസ്സിലായിട്ടില്ല. എന്തായാലും എനിക്ക് എൻ്റെ മോള് പോയി. അതിൻ്റെ കാരണം ഇന്നും ഒരു രഹസ്യമാണ്. പൂനത്തിൻ്റേത് ആത്മഹത്യ തന്നെയാണോ എന്നാര് കണ്ടു? എനിക്ക് ഈശ്വരനോടൊന്നേ പറയാനുള്ളൂ, ഈശ്വര, അവളുടെ ആത്മാവിന് ശാന്തിയേകണേ. ആ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ചേച്ചി വിഷമിക്കണ്ട. ഞാൻ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർമ്മലേച്ചി, ഇതിനിടയിൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ആ വീട്ടിൽ ശാന്തി ഹോമം നടത്തണം. ശരി വിനോദ്. ആ, എങ്കിൽ ഞാൻ ഇറങ്ങാം. ശരി. കണ്ടില്ലേ ചേട്ടാ? അവന്റെ നെഞ്ചൂക്ക് ചേട്ടൻ നേരിട്ട് കണ്ടില്ലേ ഇപ്പോ? ആ,
അയാളുടെ എല്ലിന്റെ ഇടയിൽ വറ്റുപോയതിന്റെ കുഴപ്പം മോനെ. അവന്റെ ഭാവം കണ്ടാ തോന്നും ആ വീട് നമ്മുടെ ഡാഡിന്റെ അല്ല അവന്റെ ആണെന്ന്. ഇനി ഒന്നും നോക്കാനില്ല. ഇനി എന്തെങ്കിലും ചെയ്തെങ്കിലേ ശരിയാവൂ. അവൻ ആ വീട്ടിൽ ശാന്തിഹോമം നടത്താൻ പോവാണത്രേ. മോനെ എന്തും ചെയ്തോട്ടെ, ആ വീട് സ്വന്തമാക്കാൻ ബുദ്ധിമുട്ടാ. വിനോദിനെ അതിര് വിട്ട് കളിച്ചാലേ അവന്റെ വീട്ടിൽ അടിയന്തര നടക്കുക. അവന്റെ 16 അടിയന്തരം. എല്ലാം തയ്യാറായി, തുടങ്ങാല്ലേ? ചേച്ചി ആ ആ സാരമില്ല തിരുമേനി, വീണ്ടും കത്തിക്കും. ഈശ്വര, അപശകുനമാണല്ലോ. ഇവിടെ എന്തോ പ്രേതബാധയുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കില്ല. എന്നെ കൊണ്ട് പൂജ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പോവാ. എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്താ ഇത്? അയ്യോ, വാ, നമുക്ക് പോവാം. ചേച്ചി ചേച്ചി എങ്ങോട്ടാ പോണേ? ഞാൻ പോവാ. ചേച്ചി എനിക്ക് വയ്യ. ചേച്ചി ഞാൻ പോവാ. ആരാത്? ആരാത്? ഇതൊക്കെ നിർത്തുന്നത് നല്ലത്. ആളുകൾ പറഞ്ഞത് സത്യമാണ്. ഇവിടെ പ്രേതബാധ ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരൂ. ഇവരോട് നിങ്ങൾക്ക് എന്താണ് വൈരാഗ്യം? ഇവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നീ ഒരു മകളാണോ? അവർ നിന്റെ അമ്മയല്ലേ? സ്വന്തം വീട്ടുകാരെ തന്നെ ഉപദ്രവിക്കുന്നോ? ഈ വീട് വിറ്റുപോയില്ലെങ്കിൽ നിന്റെ അമ്മയും നിന്റെ അനുജന്മാരും പട്ടിണി കിടക്കേണ്ടി വരും. മനസ്സിലായോ പൂനം? ഇത് വിറ്റാ പിന്നെ എനിക്ക് നല്ലവണ്ണം പൈസ കിട്ടുമെന്നാണെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഞാൻ ഇതിൽ ഇടപെടുന്നത് നിന്റെ അമ്മയെയും അനുജന്മാരെയും സഹായിക്കാൻ വേണ്ടിയാ, എന്റെ കമ്മീഷന് വേണ്ടിയല്ല. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മോളെ. ഇത് നിന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയാ ചെയ്യുന്നേ. കൊല്ലാനാണെങ്കിൽ എന്നെ കൊല്ല്, കൊല്ല്, എന്നെ കൊല്ല്. ഈ വക വേലകളൊന്നും കൊണ്ട് ഞാൻ പേടിക്കില്ല കേട്ടോ. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ല്, കൊല്ലെന്നെ. എന്നെ കൊല്ലാനാ പറഞ്ഞേ.
ശാന്തിഹോമം കഴിഞ്ഞോ? എന്താ ഇത്ര വേഗം കഴിഞ്ഞോ? ശാന്തി ഹോമം നടന്നില്ല രേഷ്മ. നടന്നില്ലേ? ആ, അതെന്താ? തിരുമേനി പൂജ തുടങ്ങിയ ഉടനെ അവിടെ കൊടുങ്കാറ്റടിക്കുന്ന പോലെ തോന്നി. ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും കാറ്റിൽ ആടി ഉലഞ്ഞു തുടങ്ങി രേഷ്മ. ഇല്ല രേഷ്മ, ഇല്ല. ഇങ്ങനൊരു ഭീകര ദൃശ്യം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ആ തിരുമേനി പേടിച്ചോടി. നിർമ്മല ചേച്ചിയും കുട്ടികളും തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്ത പ്രേതം തന്നെയാണോ എന്നിപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ വെല്ലുവിളിച്ചതാ, അത് പൂനത്തിന്റെ ആത്മാവാണെങ്കിൽ നേരിട്ട് വരാൻ. പിന്നെ അവിടെ കർട്ടന്റെ പിന്നിലൊരു സ്ത്രീയുടെ നിഴല് പോലെ കണ്ടു രേഷ്മ. പക്ഷെ പിന്നെ അത് കാണാനും കഴിഞ്ഞില്ല. പിന്നെ എല്ലാം പഴയ പോലായി. നോക്കൂ ചേട്ടാ, ഇതെല്ലാം കേട്ട ശേഷം എനിക്ക് എന്തോ ഭയങ്കര പേടി തോന്നുന്നു. ഇനി ചേട്ടൻ ആ വീടിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. തിരുമേനിയും നിർമ്മല ചേച്ചിയും അവിടെ നിന്ന് പോയ ശേഷം പിന്നെ ചേട്ടൻ എന്തിനാ അവിടെ നിൽക്കാൻ പോയേ? ചേട്ടന് വല്ലതും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എന്താ ഇത് രേഷ്മ? ഇനി ഒന്നും പറയണ്ട, ചേട്ടൻ പറയുന്നത് കേൾക്ക്. ഇനി ആ വീടിന്റെ കാര്യത്തിൽ ഇടപെടരുത്. രേഷ്മ, ഇതെല്ലാം പൂനത്തിന്റെ അമ്മയ്ക്കും അനിയന്മാർക്കും വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നത്. ചേട്ടാ, സഹാനുഭൂതിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ സ്വന്തം ജീവൻ വെച്ചുള്ള കളി ആർക്കും ഉപകാരം ചെയ്യില്ല ചേട്ടാ. അത് വേണ്ട. ഇപ്പൊ തന്നെ നിർമ്മല ചേച്ചിയോട് പറഞ്ഞേക്കൂ, വീട് വിൽക്കാൻ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ. ശരി, എന്തായാലും ഞാൻ നിർമ്മല ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട വിനോദ്, എനിക്കും ഇനി ആ വീടിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യണ്ട എന്നേ പറയാനുള്ളൂ. ആ വീടുമായി ഇനി ഒരു ബന്ധവും വേണ്ട. ഇന്ന് ഞാൻ നേരിട്ട് കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ഇനിയെല്ലാം ഈശ്വരൻ നിശ്ചയിക്കട്ടെ. ആളുകൾ പറയുന്നത് ശരിയാണ്. അകാല മൃത്യു സംഭവിച്ചാൽ ആത്മാവ് അലഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വളരെ ശ്രമിച്ചതാണ്, ശാന്തിഹോമവും നടത്താൻ നോക്കി. പക്ഷേ ശാന്തിഹോമം നടത്താൻ പറ്റിയില്ല. അവിടുത്തെ ഭീകര ദൃശ്യം കണ്ട ശേഷം ഞാൻ ആകെ പേടിച്ചുപോയി. ശരിക്കും പേടിച്ചു. വിനോദ്, നിങ്ങളും എത്രമാത്രം ശ്രമിച്ചു. ഇനി ആ വീടിന്റെ കാര്യം മറന്നേക്കൂ. ആ വീടിന്റെ കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ... ചേച്ചി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരിക്കലും ചേച്ചി ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. എന്തിനും ഈ എന്നെ വിളിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമസ്തേ. നമസ്കാരം സാർ. ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല സാർ, ഇന്ന് ഓഫീസിൽ ആരും വന്നില്ല. എന്നാ നീ പൊക്കോ. എന്താ? നീയും വീട്ടിൽ പൊക്കോ. ശരി സാർ, താങ്ക് യു. ആരാണെന്ന് പറയൂ. എങ്ങനെ അകത്തു വന്നു? എനിക്ക് എവിടെയും എപ്പോഴും ഇഷ്ടപ്രകാരം വരാനാകും. തിരിച്ചു പോകാനും കഴിയും. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നീ ആരാണ്, എന്തിനിവിടെ വന്നു എന്ന് എന്നോട് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളിപ്പോഴും വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നുവല്ലോ. നോക്ക്, ഇനി ഞാൻ വല്ലതും പ്രവർത്തിച്ചു പോകും കേട്ടോ. വേഗം നീ ആരാണെന്ന് പറ. പക്ഷെ പൂനം മരിച്ചു പോയില്ലേ? വെറുതെ നാടകം കളിക്കണ്ട. നാടകമോ? ഇത് നാടകമല്ല. നാടകം മറ്റുള്ളവരാണ് എന്റെ ജീവിതത്തിൽ കാണിച്ചത്. ഓഹോ, നിങ്ങൾ എന്താ കരുതിയത്? ഇങ്ങനെ എന്റെ ഓഫീസിൽ വന്നിട്ട് പൂനമാണെന്ന് പരിചയപ്പെടുത്തിയാൽ ഞാനങ്ങ് പേടിക്കുമെന്നാണോ?
ബോധം കെട്ട് വീഴുമെന്നാണോ? നിങ്ങൾ പൂനമല്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളാ സുനിലും അനിലും അയച്ച നാടക നടിയല്ലേ? ഈ നാടകത്തിന് പിന്നിൽ അവര് തന്നെയാണ്. ഇതിന്റെ പിന്നിൽ അവരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ഈ ധാരണ വളരെ തെറ്റാണ്. നിങ്ങളുടെ കളികൾ ഞാൻ കുറെ കണ്ടതാ. എല്ലാം എനിക്കറിയാം. നിങ്ങൾ വഞ്ചകരും നീചരുമാണ്. നിങ്ങൾ ആളെ പേടിപ്പിക്കാൻ ഫാനിൽ ശവം കെട്ടി തൂക്കി. ഇതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? പറയൂ. അതെല്ലാം എനിക്കിപ്പോഴും ചെയ്യാൻ പറ്റും. നോക്കൂ, ഏയ് നോക്ക. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നോക്ക്, ഈ നാടകമൊന്നും ഇവിടെ വേണ്ട. നോക്ക്. വിനോദ്, അപ്പൊ നിങ്ങൾ ആ വിനോദ് ഞാൻ പൂനമാണ്. ഞാൻ പൂനത്തിന്റെ ആത്മാവാണ്. പക്ഷേ ഇവിടെ ഈ നടക്കുന്നതിന്റെ എല്ലാം കാരണം എന്താണ്? നോക്കൂ വിനോദ്, നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പൂജ തടയുവാനും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്റെ മരണം ആത്മഹത്യയോ കയ്യബദ്ധമോ ആയിരുന്നില്ലെന്ന് പറയാനാണ് ഞാൻ വന്നത്. അത് കൊലപാതകമായിരുന്നു. എന്ത്? ഞാൻ കൊല ചെയ്യപ്പെട്ടതാണ് വിനോദ്. ഞാൻ അലയുകയാണ് നീതി ലഭിക്കാനായി. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കൂ വിനോദ്. വിനോദ്, നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. ഞാനും മാഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞിരുന്നില്ലേ? എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. രാംപ്രകാശുമായുള്ള എൻ്റെ ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്നും. നീ എന്തായി പറയുന്നത്? അമ്മേ, അമ്മ അവരെ ഇത്ര നാളും ശിഷ്യയും ഗുരു എന്നല്ലേ കരുതിയത്? അമ്മയ്ക്ക് തെറ്റിപ്പോയി. ഞാൻ അറിഞ്ഞത് ഡാഡി പൂനത്തിന് ഒരു വീടൊക്കെ വാങ്ങി കൊടുത്തു എന്നാണ് എൻ്റെ അമ്മേ. മോനെ നോക്ക്, അത് ശരിയാവില്ല. പൂനത്തെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല സുനിൽ. അവൾ ഇന്നൊരു പേര് കേട്ട കലാകാരിയാണ്. അവൾ സ്റ്റേജിൽ എത്ര പ്രോഗ്രാംസ് ആണ് നടത്തുന്നത്. അവൾക്കും നല്ല വരുമാനം കാണും. പിന്നെ എന്തിനാ അവൾ ഇങ്ങനെ ഒരു വീട് സ്വീകരിക്കണം? മതി മതി. അമ്മയ്ക്ക് ലോകത്തുള്ള എല്ലാവരും ഹരിശ്ചന്ദ്രമാരാണെന്ന വിചാരം. ഡാഡിയും പൂനവും തമ്മിലുള്ള ബന്ധം നാട്ടുകാർക്കൊക്കെ അറിയാം. ഈ നാട്ടുകാർ എന്തൊക്കെ പറയണമെന്നറിയോ? പൂന സ്വന്തം വീട് വിട്ടിറങ്ങി ഡാഡ് അവൾക്കൊരു വീട് വാങ്ങി കൊടുത്തു. നോക്ക് മോനെ, നിന്റെ അച്ഛൻ ഒരു മഹാനായ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കലാപാടവം ആരെയും ആകർഷിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. എന്നെ നോക്ക്, എന്നിൽ എന്ത് വാസനയാണുള്ളത്. എന്നിട്ട് പോലും നിന്റെ അച്ഛൻ എന്നെ ബഹുമാനിക്കുന്നതിലോ സ്നേഹിക്കുന്നതിലോ ഒരു കുറവും കാണിച്ചിട്ടില്ല. അദ്ദേഹം നമുക്ക് മാത്രം സ്വന്തമല്ല മോനെ. അദ്ദേഹം വലിയൊരു കലാകാരനാണ് മോനെ. അദ്ദേഹം ഈ സമൂഹത്തിൻ്റെതും കൂടിയാണ്. എന്നിട്ട് അത്തരമൊരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഇതൊന്നും നല്ലതിനല്ല. വെരി ഗുഡ്, ഗുഡ്. അമ്മ ഒരു സാധുവാണല്ലോ. അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് അമ്മയും ഞങ്ങൾ ഒരുപോലെ കഷ്ടത്തിലാവും. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല അമ്മേ. നീ എന്തും ചെയ്യുമെന്നോ? എന്തു ചെയ്താലും അമ്മ ഒന്നും മിണ്ടരുത്. അത് കണ്ടില്ലെന്ന് നടിക്കണം. ഇനി അതിന് ഭാവമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട്
യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഞാൻ പോവാ. വരൂ വരൂ. സുഖമല്ലേ? അല്ല, ആരുമില്ലേ? സാറ് മുകളിലുണ്ട്, ആ, കൊച്ചമ്മ അടുക്കളയിലും. വേണമെങ്കിൽ വിളിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ കൊച്ചമ്മയോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ സാറിനെ കണ്ടിട്ട് വരാം. ശരി ശരി. ഒന്നൊന്നേ, ആ താനത്ത് പോ. ആ. എന്താ കാര്യം? ഒരു വീട് നീ തട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി ഈ വീടും തട്ടിയെടുക്കാൻ പരിപാടിയുണ്ടോ? നിങ്ങൾ എന്തായി പറയുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോരുത്. സുനിൽ, എന്താ അവിടെ? ഡാഡ്, ഇവിടെ ഒന്നുമില്ല. എന്താ കാര്യമൊന്നും നിങ്ങൾക്ക് രണ്ടാൾക്കേ അറിയൂ. ഡാഡി, ഈ പരിപാടികളൊക്കെ വേഗം അവസാനിപ്പിക്കേണ്ടി വരും. ഇവൾ ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല. ഇക്കാര്യം ഡാഡ് തന്നെ ഇവളോട് പറയണം, ഇവിടെ കാല് കുത്തരുതെന്ന്. ഇവൾ ഇനി ഈ വീട്ടിൽ കാല് കുത്താൻ പാടില്ല. ഈ വീട് എന്റേതാ. ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിക്കും. ഈ വീട്ടിൽ ആരൊക്കെ വരണമെന്നും വരണ്ടാന്നും ഞാൻ തീരുമാനിച്ചോളാം. നോ ഡാഡ്, ഇനി ഇക്കാര്യം അങ്ങല്ല, ഞങ്ങൾ തീരുമാനിക്കും. നീ ഇത്രയ്ക്ക് നാണം കെട്ടവളാണല്ലോ. ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കണ്ട് രസിച്ച് നിൽക്കുക. നീ കടന്നു പോ പുറത്ത്. നിർത്ത്. നീ ഇവിടെ വേലക്കാരിയാ. നീ പറഞ്ഞ പണി മാത്രം ചെയ്താ മതി. അകത്തു പോ. എന്റെ കൊച്ചമ്മേ, ആരെയാണോ ശരിക്കും ആട്ടി പുറത്താക്കേണ്ടത് അവളോട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. എന്നെ എന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ വല്ലതും പറഞ്ഞെങ്കിൽ അത് ഈ വീടിന്റെ നല്ലതിന് വേണ്ടിട്ടാ. നീ എന്റെ വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. അതെനിക്കിഷ്ടമല്ല. നീ മിണ്ടാതെ ചെന്ന് പാത്രം തേക്ക്. പോകാനാ പറഞ്ഞത്. അപ്പൊ നീ ഇറങ്ങാനുള്ള ഉദ്ദേശം ഇല്ലേ? ഞാൻ പോവാ. അരുത് പൂനം, കുട്ടി ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല. ഈ കുട്ടി ഇവിടുത്തെ അതിഥിയാണ്. ഞാൻ ആ കുട്ടിയെ ഡിന്നറിന് വിളിച്ചതാ. വേണ്ട സർ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്നെ പോകാൻ അനുവദിക്കണം. പൂനം, ഒന്ന് നിൽക്കൂ. അഹങ്കാരി, കൈയെടുക്ക്. അമ്മേ, അമ്മ ഈ കാര്യത്തിൽ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇല്ല, എന്റെ വായടക്കാൻ നോക്കണ്ട. കൈയെടുക്ക്. ആശേ, അവരൊന്നും പറയണ്ട. കുറ്റം അവരുടേതല്ല. പാമ്പുകൾക്കാണ് പാല് കൊടുത്തതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഇവർ ഈ വീട്ടിൽ ഉണ്ടാക്കിയ പ്രശ്നം നാളെ പുറത്തും കാണിച്ചേക്കും. അതെനിക്ക് നാണക്കേടാ. ഡാഡ്, ഇതൊക്കെ സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? മിണ്ടരുത് അധിക പ്രസംഗി. നീ ഇതുവരെ മേലണങ്ങി പണിയെടുത്തിട്ടുണ്ടോ? 1 രൂപ സമ്പാദിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഉപദേശിക്കുന്നു. പന പോലെ വളർന്നിട്ടും അച്ഛന്റെ കാശ് കൊണ്ടല്ലേ നീ കഴിയുന്നത്? നിന്നെ പോലെ നാണം കെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. നാണിക്കേണ്ട ഡാഡാണമ്മേ. ഇത്ര പ്രായമായിട്ട് സ്വന്തം ഭാര്യയുടെ മക്കളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരിയുമായി പ്രേമിച്ചു കിടക്കല്ലേ? അനിൽ, അയ്യോ, അയ്യോ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? ചെല്ല്, വേഗം പോയി ഡോക്ടറെ കൊണ്ടുവാ. ഡോക്ടർക്ക് ഫോൺ ചെയ്യ. ഇല്ല ഇല്ല, അങ്ങക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങ് പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഒന്നും വരില്ല, ഒന്നും. ഇതിൽ ഞാനും ഒരുപോലെ കുറ്റക്കാരിയാണ്. പൂനം, നടന്നതെന്തായാലും കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും മനസ്സിലായില്ല. രാംപ്രകാശിന്റെ വീട്ടിലെ വേലക്കാരി അവരിത്രയും അഹങ്കാരിയാണോ? ആ, അതിനുശേഷമാണ് ആ വീട്ടിലെ പല സത്യങ്ങളും ഞാൻ അറിഞ്ഞത് വിനോദ്. അത് നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ പോലും നിങ്ങൾക്ക് പ്രയാസം തോന്നും. അവൾ ആ വീട്ടിലെ വേലക്കാരി മാത്രമായിരുന്നില്ല, അത് മറ്റൊരാൾക്കും അറിയുമായിരുന്നില്ല. അവളായിരുന്നു ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ആ,
അവൾ കാരണമാണ് സുനിലിന്റെ ഭാര്യ കൊല്ലപ്പെട്ടത് വിനോദ്. എന്ത്? ആ, സുനിൽ സ്വഭാവ ദൂഷ്യമുള്ളവനും സ്ത്രീലമ്പടനുമാണ്. സുനിൽ തന്റെ ഭാര്യയോട് വളരെ മോശമായി പെരുമാറിയിരുന്നുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. സുനിലും വിമലയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ സുനിലിന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്ന അവസരത്തിൽ സാറേ, പാല് അവിടെ വെച്ചോ. എന്താ എത്ര തിടുക്കം മോളെ? വിടുന്നേ, ആരെങ്കിലും കാണും. എനിക്ക് പേടിയാ. ഇപ്പൊ ഇവിടെ ആരെ പേടിക്കാനാ മോളെ? ജ്യോതി ഇവിടെ ഇല്ല, അവൾ വീട്ടിൽ പോയിരിക്കാം. എന്നാലും അമ്മ അമ്മ ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ വേഷം മാറിയിട്ട് വരാം. ഉറങ്ങല്ലേ? ശോ, വിടുന്നേ, എന്താണിത്? ആരെങ്കിലും കാണും. നീ വരുന്നവരെ എനിക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലും വേണ്ടേ? വിമലേ, നാണം കെട്ടവളെ, നിനക്ക് ഇത്ര ധൈര്യമോ? ജ്യോതി, നിന്റെ ഫ്ലൈറ്റ്. ആ, എന്റെ ഫ്ലൈറ്റ് ക്യാൻസലായി. അതൊക്കെ പോകട്ടെ, പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? ജ്യോതി ഒന്ന് പതുക്കെ പറ. അമ്മ. എല്ലാവരും അറിയട്ടെ, അമ്മയും അറിയട്ടെ. സീമന്തപുത്രന്റെ വിശ്വരൂപം ഞാൻ വിളിച്ചു പോവും. ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ ഇത്രയും വിശ്വാസവഞ്ചകനാണല്ലോ. കൊച്ചമ്മേ, നിങ്ങള് ഒച്ച വെക്കണ്ട. അല്ലെങ്കിൽ നീ എന്നെ ഭരിക്കാൻ വരുന്നു, നാണം കെട്ടവളെ. ഞാൻ ഇപ്പൊ തന്നെ ഇതെല്ലാം അച്ഛനോട് പറയും. നിന്നെ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പുറത്താക്കും. ഞാൻ ഇപ്പൊ തന്നെ അച്ഛനോട് പറയും. ഞാനിത് അമ്മയോടും പറയും. അമ്മയോടും പറയും. ഞാൻ പറയും. തീർച്ചയായും. എന്നെ വിടൂ, ഞാൻ പറയും. ജ്യോതി, ഒരക്ഷരം പോലും നീ മിണ്ടരുത്. ഞാനെന്താ മണ്ടനാണെന്ന് കരുതിയോ നീ? ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത് ജ്യോതി. ഞാൻ പറയുന്നത് കേക്ക്. ഒരക്ഷരം പോലും നീ പറയാൻ പാടില്ല. ആരോടും ഒരക്ഷരം പോലും മിണ്ടരുത്, മനസ്സിലായോ? അയ്യോ സാറേ, കൊച്ചമ്മ ബോധം കെട്ടു. ഓ ഗോഡ്, ഇവൾക്ക് ബോധം പോയല്ലോ. ഇവൾക്ക് ആത്മയുള്ളതാ. ജ്യോതി, ജ്യോതി, ജ്യോതി. അയ്യോ സാറേ, അവര് മരിച്ചോ? സാറ് അവരെ കൊന്നു? നോ നോ, ഞാൻ വെറുതെ വായ പൊത്തിപ്പിടിച്ചതേ ഉള്ളൂ വിമലെ. പക്ഷെ ജ്യോതി മരിച്ചോ? ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടേക്ക്. നോ, ഇതിനൊക്കെ നീയും കാരണക്കാരിയാ, മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേ. സാറേ, ഒരു കാര്യം ചെയ്യാം. ഇവിടെ എല്ലാരും നല്ല ഉറക്കത്തില്ല. ഇവരെ എവിടെ നിന്ന് മാറ്റി ഏതെങ്കിലും ആൾ താമസമില്ലാത്ത സ്ഥലത്ത് മറവ് ചെയ്യാം. വേണ്ട, അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല. സുനിലും വിമലയും ചേർന്ന് ജ്യോതിയുടെ ബോഡി ഫാനിൽ കെട്ടിത്തൂക്കി. അങ്ങനെ ആ മർഡർ ആത്മഹത്യയായി. യാദൃശ്ചികമായി ഡോക്ടറുടെ റിപ്പോർട്ടിലും ജ്യോതിയുടെ മരണകാരണം ശ്വാസതടസ്സമാണെന്ന് കണ്ടു. അങ്ങനെ സുനിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൂനം പറഞ്ഞ അനുസരിച്ച് അപ്പോൾ ഫാനിൽ തൂങ്ങിക്കിടന്ന ആ ജഡം തീർച്ചയായും ആ,
അത് ജ്യോതിയുടെ ജഡമാണ്. പക്ഷെ പൂനം, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഇനിയും പറഞ്ഞില്ലല്ലോ. എന്താണ് വക്കീൽ സാറേ, ആരെയാണ് നോക്കണത്? വേഗം വിൽപത്രം വായിക്കേ. മിസ് പൂനം കൂടി വന്നിട്ടേ ഈ വിൽപത്രം വായിക്കാൻ നിർവാഹമുള്ളൂ. ഈ വിൽപത്രവുമായി പൂനത്തിന് എന്താ ബന്ധം? ബന്ധമുണ്ട്. വിൽപത്ര പ്രകാരം നിങ്ങളെപ്പോലെ തന്നെ മിസ് പൂനവും ഒരു ബെനിഫിഷ്യറിയാണ്. എന്താ പറഞ്ഞേ? വെറുതെ ആളെ വിഡ്ഢിയാക്കല്ലേ, ഞാനതിന് സമ്മതിക്കില്ല. സുനിൽ, ഈ വിൽപത്രത്തിൽ മിസ് പൂനത്തിന് നിങ്ങളെപ്പോലെ തന്നെ അവകാശമുണ്ട്. അതുകൊണ്ട് അവർ വരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. വക്കീൽ സാറേ, നിങ്ങൾ ദേഷ്യപ്പെടരുത്. എനിക്കെല്ലാം മനസ്സിലായി. മേ ഐ കം ഇൻ പ്ലീസ്? വരൂ പൂനം. എന്നെ എന്തിനാ ഇവിടേക്ക് വിളിപ്പിച്ചത്? നോക്കൂ മിസ് പൂനം, രാം പ്രകാശ് അവർകൾ എന്നോട് വിൽപത്രം എഴുതാൻ പറഞ്ഞു. ഈ വിൽപത്ര പ്രകാരം ഈ സ്വത്തിൽ നിങ്ങൾക്കും അവകാശമുണ്ട്. പക്ഷെ വക്കീൽ സാറേ, എനിക്കൊന്നും ആവശ്യമില്ല. ഓ, അധികം കളിക്കല്ലേ. ഇത് കളിയല്ല. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നോക്കൂ, വെറുതെ തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, എങ്കിലേ എനിക്ക് എന്റെ ജോലി പൂർത്തിയാക്കാൻ പറ്റൂ. ഈ വിൽപത്ര പ്രകാരം രാം പ്രകാശിന്റെ സ്വത്തുക്കൾ 4ആയി പകുത്തു. ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ഭാര്യ മിസ്സിസ് ആശാദേവിക്കുള്ളതാണ്. 2 ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളായ സുനിലിനും അനിലിനും നീക്കിവച്ചിട്ടുണ്ട്. 4ാമത്തെ ഭാഗം മിസ് പൂനത്തിനുള്ളതാണ്. ഞാനിത് ഇവിടെ വെച്ച് വായിക്കാൻ കാരണം രാംപ്രകാശ് അവർകൾ ഇവിടെ ഒരു സംഗീത വിദ്യാലയം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ വീട് ഒരു സംഗീത വിദ്യാലയമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ബംഗ്ലാവ് മിസ് പൂനത്തിന് നൽകുന്നത്. രാംപ്രകാശ് അവർകൾ ആ വിൽപത്രത്തിലെ ഒരു നിബന്ധനയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആ ബംഗ്ലാവിനെ ഒരു സംഗീത വിദ്യാലയമാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ അഭിലാഷം എനിക്ക് പൂർത്തീകരിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാവിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ ബംഗ്ലാവിൽ എനിക്കെതിരെ ഒരു നീക്കം നടന്നിരുന്നു. രാംപ്രകാശ് അവർകൾ സുനിലിനും അനിലിനും ധാരാളം സ്വത്തുക്കൾ എഴുതി വച്ചിരുന്നു. എങ്കിലും അവർ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റുന്നതിന് തടസ്സം നിന്നു. പിന്നീടൊരു ദിവസം അനിലും സുനിലും അവരുടെ അമ്മയെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പല ആധാരങ്ങളിലും ഒപ്പിട്ട് വാങ്ങി. പവർ ഓഫ് അറ്റേണിയും നേടിയെടുത്തു. നിങ്ങളോ? എന്താണ് കാര്യം? മിസ് പൂനം, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് വയ്ക്കാൻ വന്നതാണ്. മാപ്പോ? എന്തിനാണത്? നിങ്ങളോട് മോശമായി പെരുമാറിയതിന് സോറി. പൂനം, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ നിങ്ങളെ ഏറെ അപമാനിച്ചു. നിങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ അപഹാസ്യമാക്കി. നോക്കൂ, നിങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിരുന്നു. അതിൽ ഞാനും തെറ്റുകാരിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പെരുമാറിയ രീതി ഒരിക്കലും പൊറുക്കാൻ പറ്റിയതല്ല. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് നിങ്ങൾക്ക് മാപ്പ് തരികയില്ല. നോക്കൂ മിസ് പൂനം, ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്. പിന്നെ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് നൽകിയാൽ ഒരുപക്ഷെ ഡാഡിയുടെ ആത്മാവും ഞങ്ങൾക്ക് മാപ്പ് തരും. സത്യമായി നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായി.
നിങ്ങൾ രണ്ടാളും ഒരു മഹാനായ മനുഷ്യന്റെ മക്കളാണ്. എനിക്ക് അദ്ദേഹം എൻ്റെ എല്ലാമാണ്. പോകൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഈശ്വരനും നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. മിസ് പൂനം, നിങ്ങൾ വലിയവളാണ്. കലാകാരന്മാർ മഹാന്മാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു മഹാനായ കലാകാരന്റെ മക്കളായിരുന്നിട്ടും ഞങ്ങൾ നീചമായി പെരുമാറി. നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളുടെ മനസ്സിലെ ഭാരമില്ലാതാക്കി. സോ അച്ഛൻ്റെ ചിരകാല സ്വപ്നമായ സംഗീത വിദ്യാലയം നമുക്ക് എത്രയും വേഗം ആരംഭിക്കണം മിസ് പൂനം. ഞങ്ങളെ വിശ്വസിക്കണം. മിസ് പൂനം, നാളെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂജയുണ്ട്. അതിൽ നിങ്ങളും പങ്കെടുക്കണം. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്ഷണിക്കാൻ. ആ, ഞാൻ വരാം. തീർച്ചയായും വരാം. നാളെ രാത്രി മറക്കല്ലേ? ഇല്ല, ഞാൻ മറക്കില്ല. ഞാൻ തീർച്ചയായും വരാം. നമസ്തേ. ബൈ. സുനിൽ, അനിൽ, വരൂ മിസ് പൂനം, വരൂ. അനിൽ, ഇവിടെ വല്ലാത്ത ഇരുട്ടാണല്ലോ. അത് കറണ്ട് പോയതാ. അതുകൊണ്ട് മെഴുകുതിരി കത്തിച്ചു. ഓ, നിങ്ങൾ പറഞ്ഞത് ഇവിടെ പൂജയുണ്ടെന്നല്ലേ? പക്ഷേ ഇവിടെ പൂജ നടത്തുന്ന ആളെയൊന്നും കാണുന്നില്ലല്ലോ മിസ്റ്റർ സുനിൽ. അത് കറണ്ട് പോയതുകൊണ്ട് തിരുമേനിയോട് ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു. ആ, അത് ശരി. അമ്മ എവിടെ? അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചു. വാട്ട് യു മീൻ? അതെന്താണെന്ന് വെച്ചാൽ അവർ അമ്മയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവരെ വൃദ്ധസദനത്തിൽ എത്തിച്ചു. എന്ത്? ഒരു കണക്കിന് നിങ്ങളും ഞങ്ങളുടെ അമ്മയല്ലേ. ഇനി നിങ്ങളെ എവിടെ എത്തിക്കണമെന്നും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൂനം, ഞങ്ങൾ അതിലെ മാപ്പ് ചോദിച്ചു വന്നിരുന്നില്ലേ? അതൊക്കെ നിന്നെ ഇവിടേക്ക് വരുത്താനുള്ള ഒരു അടവ് മാത്രമായിരുന്നു. നീ ഇവിടേക്ക് വരുന്നത് ആരും കണ്ടിട്ടില്ല, പോകുന്നതും കാണില്ല. പൂനം, ഇത് നിന്റെ ജീവിതത്തിന്റെ തികച്ചും അവസാന നിമിഷങ്ങളാണ്. അതിന്റെ അർത്ഥം? എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം മോളെ. നീ എന്താ കരുതിയത്? ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ തന്ത ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിവെക്കുമെന്ന് ധരിച്ചോ, അതോ സമ്മതിക്കുമെന്ന് ധരിച്ചോ? ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടേതായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരണം. പക്ഷെ അതിന് നീ ജീവിച്ചിരുന്നാൽ പിന്നെ വലിയ തടസ്സമായിരിക്കും. നിങ്ങൾ എന്തായി പറയുന്നത്? രണ്ടാൾ മാറി നിൽക്ക്. എങ്ങോട്ടാ നീ ഓടുന്ന പൂനം? ഞങ്ങൾ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ നിനക്ക് വളരെ സുന്ദരവും അനായാസവുമായ മരണമാണ് തരാൻ പോകുന്നത്. മാറി നിൽക്ക് വെമ്ല. എന്താ ധൃതി നിക്കുന്നേ? വിടേനെ. പോയിക്കോ. വിടൂ, വിടൂ, എനിക്ക് രക്ഷപ്പെടണം. വിടൂ. നെകളിപ്പ് കണ്ടില്ലേ? നിക്കവിടെ, എന്നെ വെറുതെ വിടൂ. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. പ്ലീസ്, പ്ലീസ് എന്നെ വെറുതെ വിടൂ. വിടില്ല ഞാൻ. എന്നെ അവസാനമാ നോക്കിക്കോ. തട്ടിക്കളവളെ.
നിനക്ക് ഞങ്ങളുടെ സ്വത്തുക്കൾ വേണമല്ലടി. ഇന്ന് നിന്റെ കഥ കഴിക്കും. നീ ഒന്നുമല്ല, ഒന്നുമല്ല. വീട് വേണത്രേ, ഞങ്ങളുടെ വീട് വേണത്രേ. അതിനുശേഷം എൻ്റെ ജഡം ചിലർ തടാകത്തിൻ്റെ കരയിൽ കണ്ടെത്തി. ചിലർ അത് അപകടമരണമെന്ന് കരുതി. ചിലർ അത് ആത്മഹത്യയെന്നും. ഈ നീചന്മാർ വളരെ ഡേഞ്ചറസ് ആണ്. സുനിൽ ആദ്യം ജ്യോതിയെ കൊന്നു. രാംപ്രകാശ് ആചാര്യയുടേതും സ്വാഭാവിക മരണമല്ല. പിന്നെ അവർ നിങ്ങളെ കൊല ചെയ്തു. എന്നിട്ടും അവർ സുഖിച്ച് ജീവിക്കുന്നു. ആ, പക്ഷെ ഇനി അവർക്ക് സുഖിക്കാൻ പറ്റില്ല വിനോദ്. അവർ എന്നെ വകവരുത്തിയതുപോലെ ഞാനും അവരെ വകവരുത്തുന്നായിരിക്കും. വിനോദ്, നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ സമീപിച്ചത്. പൂനം, ഞാൻ നിങ്ങളെ ഏതു വിധത്തിൽ വേണമെങ്കിലും സഹായിക്കാം. ഇന്ന് തന്നെ ഞാൻ അവരെക്കുറിച്ച് പോലീസിൽ റിപ്പോർട്ടും ചെയ്യാം. പോരെ? അത് വേണ്ട വിനോദ്, അവരെ ഞാൻ തന്നെ ശിക്ഷിക്കാം. നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ശരി, നിങ്ങൾ പറയുന്ന പോലെ നടന്നിരിക്കും. സുനിൽ ആചാര്യ, അതെ. ഒരു ലെറ്റർ ഉണ്ട്, ഇവിടെ ഒപ്പിടൂ. താങ്ക് യു. ആരുടെ കത്ത്? അറിയില്ല, പൊളിച്ചു നോക്കട്ടെ. ഉം. ഇത് പൂനത്തിന്റെ ആണല്ലോ. പൂനത്തിന്റെയോ? പക്ഷെ മോനെ, ഇതിൽ ഡേറ്റ് 25/6/2000 ആണല്ലോ. അതായത് പൂനം മരിക്കുന്നതിന് 1 മാസം മുമ്പുള്ള തീയതിയാണല്ലോ. അതെ, പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്ന എന്താ? വായിച്ചേ. ആ, ഈ കത്ത് സുനിലിനും അനിലിനും വേണ്ടിയാണ് എഴുതുന്നത്. ഞാൻ കാരണമാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് സ്വത്ത് നൽകാതിരുന്നത്. അതിലെനിക്ക് വളരെ വിഷമമുണ്ട്. സംഗീത വിദ്യാലയം എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ ബംഗ്ലാവിലല്ലേ ജനിച്ചു വളർന്നത്. അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരിക്കലും സഹിക്കാനാകില്ലെന്ന് എനിക്ക് അറിയാം. ഞാൻ ഒരുപാട് ആലോചിക്കുകയും ഇക്കാര്യം ഞാൻ വളരെ ആലോചിക്കുകയും തെറ്റ് എൻ്റെ പക്ഷത്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എൻ്റെ പേരിലുള്ള ഈ ബംഗ്ലാവ് അത് നിങ്ങളുടെ പേരിലാക്കി തിരിച്ചു നൽകുകയാണ്. ഇത് എഗ്രിമെൻ്റ്. എഗ്രിമെൻ്റ് വായിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. നിങ്ങൾ ഇത് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൂടാതെ എന്നോട് ക്ഷമിക്കുമെന്നും. എന്താണ് നോട്ടെ? എടാ മോനെ, നമുക്ക് പൂനത്തെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി. അത് ശരിയാ, വെറുതെ അവളെ തട്ടിക്കളഞ്ഞു. ഇത് പ്രകാരം ഈ ബംഗ്ലാവിനി നമ്മളുടേതാ, നമ്മളുടേത് മാത്രം. ആ, ബംഗ്ലാവ് ഇപ്പൊ നമ്മുടേതായി. പക്ഷെ എന്താ കാര്യം? മനസ്സിലായില്ല. ഇതൊരു പ്രേത ബംഗ്ലാവാ. നോക്കൊരു കാര്യം ചെയ്യാം, ഇത് കിട്ടുന്ന വിലക്ക് വെച്ച് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അതാ നല്ലത്. മോനെ, ഉം. ഐഡിയ അത്ര മോശമല്ല. പക്ഷെ ആരിത് വാങ്ങുക? അതിപ്പോ ഞാൻ നോക്കാം. ഹലോ ഹലോ, മിസ്റ്റർ സുനിൽ ആചാര്യ വീട്ടിലുണ്ടോ? സുനിലാണ്. ആരാ? പറയൂ. ഞാൻ വിനോദ, എസ്റ്റേറ്റ് ഏജന്റ്. എന്തിനാ ഫോൺ ചെയ്തേ? നിങ്ങളുടെ ആ ബംഗ്ലാവ് നോക്കാൻ ചില പാർട്ടീസ് വരുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ ഞാൻ ആദ്യം നിങ്ങളെ വിളിക്കാമെന്ന് ശങ്കിച്ചതാ. പിന്നെ ഞാൻ അങ്ങോട്ട് ധൈര്യമായി വിളിച്ചതാ. അപ്പൊ മിസ്റ്റർ സുനിൽ,
ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഞാൻ പാർട്ടികളെയും കൊണ്ട് നിങ്ങളുടെ ബംഗ്ലാവിലേക്ക് സന്ധ്യയ്ക്ക് 7 മണിക്ക് വരട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യൂട്ടോ. ആരാ? വിനോദ എസ്റ്റേറ്റ് എന്താ പറയണേ? ബംഗ്ലാവ് വാങ്ങാൻ ഒരു പാർട്ടി ഉണ്ട് ഇത്രേ. ഓക്കെ വരട്ടെ. ആ എന്താ ഇത്ര സംശയം? പക്ഷെ വിനോദ് വേണ്ട. ചേട്ടായി ഇപ്പൊ അതൊക്കെ മറന്നു കളാ. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം നടക്കട്ടെ. ഓക്കെ പറ. ശരി. വിനോദ്, ഞങ്ങൾക്ക് ബംഗ്ലാവ് വിൽക്കാൻ താല്പര്യമാണ്. നിയമപ്രകാരം ഞങ്ങൾ ആ ബംഗ്ലാവിന്റെ ഉടമസ്ഥരായതുകൊണ്ട് വിൽക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ മിസ്റ്റർ സുനിൽ, നിങ്ങൾക്ക് ആ വീടിന് നല്ല വില ഞാൻ വാങ്ങിത്തരാം, പോരെ? ഏകദേശം ഞങ്ങൾക്ക് ആ ബംഗ്ലാവിന് എത്ര വില കിട്ടും വിനോദ്? അതിപ്പോ എന്താന്ന് വെച്ചാ ഏകദേശം 3 കോടി കിട്ടണം. 3 കോടിയോ? അല്ല, ഇത് കുറവാണെങ്കിലേ കൂടുതൽ ചോദിക്കാം. അല്ലല്ല, നിങ്ങൾക്ക് റേറ്റ് ഓക്കെ ആണെങ്കിൽ പാർട്ടിയെ കൊണ്ടുവരൂ. പക്ഷെ സമയം മറക്കരുത്. സന്ധ്യക്ക് ഷാർപ്പ് 7 മണി. ശരി 7 മണി. ഓക്കെ. എന്ത് ഭാഗ്യല്ലേ, ഇപ്പൊ തന്നെ ആ വീട് നമ്മുടെ പേരിലായത്. ഇതാ നല്ല വിലയും കിട്ടാൻ പോണു. ഭാഗ്യം തന്നെ. വെരി ഗുഡ്. നല്ല കാലം തുടങ്ങിയെന്നാ തോന്നുന്നേ. ശരി, 7 മണിക്ക് പോണം. ഓക്കെ. എങ്കിൽ ഞാനും കൂടെ വരാം. നീ വരേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടാ, അവളും കൂടെ വന്നോട്ടെ. ഒരു സ്ത്രീ ഉണ്ടായാലും അത് നല്ല ഇംപ്രഷനാ. ഓക്കെ. ഇവിടെ ആരുമില്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ. വെൽക്കം വെൽക്കം മിസ്റ്റർ സുനിൽ. ഞാൻ നിങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു. ബൈ ദ ബൈ, നിങ്ങൾ സമയത്തിന് തന്നെ വന്നു. ഇത് അനിലല്ലേ? ഇയാളെ ഞാൻ അറിയും. നൈസ് ടു സീ യു. താങ്ക് യു. ഇതാരാ? ഇത് വിമല. ഓ അത് ശരി, നിങ്ങളുടെ മിസ്സസ്. അല്ല, അവര് വന്നെന്ന് തോന്നുന്നു. നിങ്ങൾ ഇരിക്കൂ. ഐ വിൽ ബി ബാക്ക് ഇൻ എ മിനിറ്റ്. ചേട്ടായി, വില എത്ര കുറഞ്ഞാലും സമ്മതിക്കാൻ നല്ല കേട്ടോ. ഇത് കയ്യിലിരിക്കുന്ന ഒരു അപശോനാ. ആദ്യം അവരെന്താ പറയണെന്ന് നോക്കട്ടെ. നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. ഇതൊക്കെ ആ വിനോദിന്റെ എന്തോ ചുറ്റുകളിയാണെന്ന് തോന്നുന്നത്. ചേട്ടാ, സുനിൽ, എന്ത് പറ്റി? എന്തു പറ്റി? എന്താ? വാതിലിന് പിന്നിൽ. വാതിലിന്റെ പിന്നിലെ അതിന്റെ പുറകിൽ എന്താ? എന്താണ്? ജ്യോതി. ജ്യോതിയോ? എന്താ? എന്താടി പറയുന്നത്? നോട്ട് പോസിബിൾ. ഇംപോസിബിൾ. ഒരു മിനിറ്റ്. ചേട്ടൻ ഇവിടേക്ക്, ഞാൻ പോയി നോക്കാം. സൂക്ഷിച്ചു പോ. ഇല്ല.
ചേട്ടാ അവിടെ ഒന്നും കാണാനില്ല, എല്ലാം ഓക്കെയാ. എല്ലാം ചേട്ടന്റെ തോന്നലാ. എന്തായാലും ഇനി ഇവിടെ നിന്നാ ശരിയാവില്ലേ മോനെ. കമോൺ പോവാം. ആ ശരി ചേട്ടാ. വാ. ഇതിലേ പോവാം. ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, അയ്യോ. Ah!